ആകാശവാണി. നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഫ്രാൻസ് സന്ദർശനവും 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനവും ഇന്ത്യയുടെ സാങ്കേതിക പ്രതിരോധ വ്യാപാര മേഖലയ്ക്ക് വലിയ നേട്ടങ്ങളാണ് സമ്മാനിച്ചത്. ഫ്രാൻസ് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിൽ 10 സുപ്രധാന കരാറുകളിലാണ് ഒപ്പുവച്ചത്. കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ഈ യാത്രയിലൂടെ സാധിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമായിരുന്നു പ്രധാനമന്ത്രി അമേരിക്കയിലെത്തിയത്. പ്രതിരോധ മേഖലയിലെയും ഭീകരവിരുദ്ധ പോരാട്ടത്തിലെയും സഹകരണം ശക്തമാക്കാനാണ് ഈ സന്ദർശനം വഴിയൊരുക്കിയത്. അമേരിക്കയുമായുള്ള ആണവ പ്രതിരോധ വ്യാപാര മേഖലയിലെ കരാറുകൾ വികസിത ഭാരതമെന്ന സ്വപ്നത്തിന് വലിയ ഊർജം പകരുന്നതാണ്. ഈ വിഷയത്തിലെ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറായ ജോസുകുട്ടി സി എബ്രഹാമാണ്. ഒപ്പം ഞാൻ സോഫിയ ഡാനിയൽ. ശ്രീ ജോസുകുട്ടി എബ്രഹാം, താങ്കൾക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്കളോട് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തെക്കുറിച്ചാണ്. സന്ദർശനത്തിന്റെ സംക്ഷിപ്തം എന്താണ്? നിർമ്മിത ബുദ്ധി മേഖലയിൽ കൂട്ടായ പരിശ്രമങ്ങൾ വർദ്ധിപ്പിക്കാനും മേഖലയിൽ ഇന്ത്യയ്ക്ക് കൂടുതൽ വളർച്ച കൈവരിക്കാനും സന്ദർശനം സഹായകമാകുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം ഫ്രാൻസിലേക്ക് നടത്തിയ സന്ദർശനം എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നിർമ്മിത ബുദ്ധി രംഗത്ത് വലിയ രീതിയിലുള്ള സഹകരണത്തിനുള്ള വാതിലുകളാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ടെക്നോളജിയുടെ കാര്യത്തിൽ 2023 ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ സൈൻ ചെയ്തിരുന്നു. മാത്രമല്ല, അതിന്റെ ഭാഗമായി അതിന്റെ തുടർച്ചയെന്നോളം ഇന്ത്യയും ഫ്രാൻസും 2020 ഇന്ത്യ ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നൊവേഷൻ ആയിട്ട് ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നിർമ്മിത ബുദ്ധിയും മറ്റതുപോലെ ഉള്ള സാങ്കേതിക വിദ്യയും ഒക്കെ കൂടുതലായിട്ട് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക അഭിവൃദ്ധിക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ധാരണയിലേക്കാണ്, ഒരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും നമുക്ക് പറയാവുന്നത് ഈ നിർമ്മിത ബുദ്ധിയുടെ കൺസെപ്ഷനിലും ഡിസൈനിലും അതിന്റെ ഡെവലപ്മെന്റിലും ഒക്കെ മനുഷ്യാവകാശങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭൗതിക സ്വത്തവകാശത്തിനും സ്വകാര്യതയ്ക്കും പേഴ്സണൽ ഡേറ്റയൊക്കെ വലിയ രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് ആരുടെയും അവകാശങ്ങൾ ലംഘിക്കാതെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നമുക്ക് കാണാൻ കഴിയും. ഈ ടെക്നോളജി ഒരു രീതിയിലുള്ള വിവേചനത്തിനിടയാകാതെ ഒരു സമത്വസുന്ദരമായ ലോകത്തിലേക്ക് വിവരശേഖരണത്തിനും വിവര പ്രാപ്തിക്കും തയ്യാറാകുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ഭാഗമായിട്ട് ഫ്രീ ആൻഡ് ഓപ്പൺ റിസോഴ്സസ് നിർമ്മിത ബുദ്ധി രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും എത്രയും സാധ്യമായ രീതിയിൽ വികേന്ദ്രീകരിച്ചു കൊടുക്കുവാനുള്ള ശ്രമം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ ഗുഡായി കണ്ടുകൊണ്ട് എല്ലാവരുടെയും ക്ഷേമത്തിനും വളർച്ചയ്ക്കും ഉതകുന്ന രീതിയിൽ അതിനെ ലോക ആരോഗ്യത്തിനും സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനും വിദ്യാഭ്യാസത്തിനും ക്ലൈമറ്റ് ചേഞ്ചിനും മറ്റ് മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികളെയും ഒക്കെ നേരിടാൻ ഊർജ്ജ ലഭ്യതയ്ക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും ഒക്കെ ലഭ്യമാകുന്ന രീതിയിൽ ഇരു രാജ്യങ്ങൾക്കും ഉപകരിക്കുന്നതിനോടൊപ്പം തന്നെ ലോകത്തിനാകമാനം ആ രംഗത്ത് സഹകരിക്കാനാണ് ഈ സന്ദർശന വേളയിൽ ഇന്ത്യയും ഫ്രാൻസും ധാരണയായിട്ടുള്ളത്. സന്ദർശനവേളയിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഫ്രഞ്ച് വ്യവസായങ്ങളെ പ്രധാനമന്ത്രി ക്ഷണിക്കുകയുണ്ടായല്ലോ. ഇന്ത്യ ഫ്രാൻസ് നിക്ഷേപ സഹകരണത്തിന് സാധ്യതയുള്ള മേഖലകൾ എന്തൊക്കെയാണ്? പ്രതിരോധ മേഖലയിലെ സഹകരണം രാജ്യത്തിന് എങ്ങനെ ഗുണം ചെയ്യും? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന്റെ ഭാഗമായി ഒട്ടനവധി മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യത തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും വ്യവസായ മേഖലയിൽ രണ്ട് രാജ്യങ്ങളും വലിയ രീതിയിലുള്ള സഹകരണത്തിന് സമ്മതിച്ചിട്ടുണ്ട്. പ്രതിരോധ രംഗത്ത് മുങ്ങിക്കപ്പലുകളുടെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റികൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് രംഗത്തെ സഹകരണം, അതുപോലെ ഇന്ത്യയിൽ വൈവിധ്യങ്ങളായിട്ടുള്ള ഭാഷകളുണ്ട്. ഈ ഭാഷകളെയൊക്കെ വളരെ സുതാര്യമായി സ്വതന്ത്രമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള സഹകരണ സാധ്യതകൾ ചർച്ച ചെയ്യുകയും ധാരണയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അക്കാഡമിക് രംഗത്തുള്ള റിസർച്ചും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ ധാരണയായിട്ടുണ്ട്. മറ്റ് സാമൂഹ്യ മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഇവയിലെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡിജിറ്റൽ പബ്ലിക് സ്പിയർ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലായിട്ട് നിർമ്മിത ബുദ്ധിയിൽ
അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിലാണ് പ്രധാനമന്ത്രി അമേരിക്കയിലെത്തിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടവും അധികാരത്തിലേറിയതിനു ശേഷമുള്ള ശ്രീ മോദിയുടെ സന്ദർശനത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം, ബംഗ്ലാദേശിലെ സംഘർഷാവസ്ഥ തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയായി. ആഗോള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യയും അമേരിക്കയും വഹിക്കുന്ന പങ്ക് എത്രത്തോളമുണ്ട്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം വലിയ പ്രാധാന്യത്തോടുകൂടി വേണം കാണേണ്ടതാണ്. കാരണം ഇന്ന് ലോകം വലിയ സംഘർഷത്തിൻ്റെ ഒരു പിടിയിലാണ്. റഷ്യ യുക്രൈൻ യുദ്ധം, അതുപോലെ തന്നെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായ അവസ്ഥയിലല്ല. അതുപോലെ മറ്റ് ഒട്ടനവധി പ്രശ്നങ്ങൾ, പലസ്തീൻ പ്രശ്നം, ഇതെല്ലാം ലോകത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളെന്ന രീതിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം ഈ സംഘർഷങ്ങൾ ലഘൂകരിക്കുവാൻ വളരെ അനിവാര്യമാണ്. ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നം പരിഹരിക്കുന്നതിൽ അമേരിക്ക ഇന്ത്യക്ക് വേണ്ട പിന്തുണ നൽകുവാനും അമേരിക്കയുടെ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രശ്നത്തെ മാത്രമല്ല, മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ സമാധാനപരമായി പരിഹരിക്കാൻ വളരെ ഉപകാരപ്പെടും. മാത്രമല്ല, നമ്മുടെ നിലപാട് തന്നെ മനുഷ്യൻ ഇത്രയും പുരോഗമിച്ച കാലഘട്ടം യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, യുദ്ധത്തിലൂടെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്ന ഇന്ത്യയുടെ നിലപാട് ഊന്നി പറഞ്ഞിട്ടുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ ജോസ്കുട്ടി സി എബ്രഹാം, H-1B വിസ ചട്ടങ്ങൾ, അനധികൃത കുടിയേറ്റക്കാരുടെ ഇന്ത്യയിലേക്കുള്ള മടങ്ങിവരവ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സമയമാണിത്. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ രീതിയിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇന്ത്യയും അമേരിക്കയും തമ്മിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ സാധ്യതകളുണ്ട്. കാരണം ഈ രാജ്യങ്ങൾ പരസ്പരം മറ്റൊരുപാട് കാര്യങ്ങളിൽ സഹകരിക്കുന്നത് കൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പരിധിവരെയെങ്കിലുമൊക്കെ പൗരന്മാരെ കൊണ്ട് കയറ്റി അയക്കുന്ന കാര്യമാണെങ്കിലും നികുതി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അത് മറ്റ് വളരെ തന്ത്രപരമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് ഇതൊക്കെ ആദ്യത്തെ ഒരു വലിയ വിസിബിൾ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് അത് പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യത നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് നൽകുന്ന വിസകൾ സംബന്ധിച്ച് വിസ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ഇളവുകൾക്കുള്ള സാധ്യതയുമുണ്ട്. കാരണം അവിടെ നിയമപരമായി കുടിയേറിയിട്ടുള്ള ഇന്ത്യക്കാർ സ്വാഭാവികമായും വളരെ സ്കിൽഡ് ആണ്, അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകും. എന്നാലും ട്രംപിന്റെ പൊതുനയം ഇത്തരത്തിലുള്ള കുടിയേറ്റത്തിന് പൊതുവെ എതിരായതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് അനധികൃതമായി അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണ്. അത്തരത്തിലുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൗരന്മാരെ കയറ്റി അയച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ധാരണയായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാൻ. അമേരിക്ക റഷ്യ ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കും? ക്വാഡ്, ഇൻഡോ പസഫിക്, ചൈന വിഷയങ്ങളിൽ US നിലപാടുകൾ എങ്ങനെയായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പരിഗണിക്കാവുന്നത് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സഹകരണമുണ്ട്. അതുപോലെ ഇന്ത്യയും റഷ്യയും തമ്മിൽ സഹകരണമുണ്ട്. അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം അവിടുന്ന് ആയുധങ്ങൾ വാങ്ങണമെന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങൾ ഏകദേശം 60-70% ഇന്ത്യയുടെ ആയുധങ്ങൾ ഇപ്പോഴും നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങുക. അപ്പോൾ അതിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? എൻ്റെ അഭിപ്രായത്തിൽ അതിനെ ബാധിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ കാതൽ തന്നെ ഒരു സ്വതന്ത്രമായിട്ടുള്ള വിദേശ നയമാണ്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ കാണും. ഇന്ത്യയുടെ താല്പര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുക. കാരണം ഈ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ പറഞ്ഞിട്ടും നമ്മുടെ താല്പര്യം നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ അടിസ്ഥാനത്തിൽ വിദേശ നയം രൂപീകരിക്കുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുകയും അത് നമുക്ക് സാമ്പത്തികമായി വളരെ ഗുണം ചെയ്യുകയും നമ്മുടെ പൗരന്മാർക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റഷ്യയുമായിട്ടുള്ള സൈനിക സഹകരണം നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. നമ്മുടെ ആയുധങ്ങൾ പലതും റഷ്യൻ ഒറിജിനാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് തുടരും. അതുപോലെ തന്നെ വളരെ കൗതുകത്തോടെ അതേസമയം ആശങ്കയോടും പ്രാധാന്യത്തോടും കൂടി നോക്കുന്ന വിഷയമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണം. ക്വാഡിൻ്റെ ഭാവി എന്തായിരിക്കും? ഇൻഡോ പസഫിക്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സഹകരണം? ഇന്ത്യ അമേരിക്കയിൽ തമ്മിൽ ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു വശമെന്ന് പറയുന്നത് ചൈനയുടെ വലിയ ശക്തിയായി മാറുവാൻ സാധ്യതയുള്ള മേഖലകളായിട്ടുള്ള ഇൻഡോ പസഫിക്കിലും ഒക്കെ ഇന്ത്യയും അമേരിക്കയും തന്ത്രപരമായി സഹകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒട്ടനവധിയായിട്ടുള്ള കരാറുകൾ, വളരെ പ്രധാനപ്പെട്ട 4-5 പ്രതിരോധ കരാറുകൾ ഈ രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്വാഡും ഒക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യ അമേരിക്കയും തമ്മിലാണ് ഏറ്റവും അധികം സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യൻ ഓഷനിൽ. അപ്പോൾ ആ മേഖലയ്ക്ക് ഈ രണ്ട് രാജ്യങ്ങളും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള മാരിടൈം സെക്യൂരിറ്റിയും സപ്ലൈ ചെയിൻ്റെ സെക്യൂരിറ്റിയും ഒക്കെ ഇന്ത്യ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചൈനയെ തന്ത്രപരമായി നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ ചൈനയുടെ സ്വാധീനത്തെ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള സഹകരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇൻഡോ പസഫിക്കിലും മറ്റുമൊക്കെ തുടരുന്നത്. അതിന് പല പദ്ധതികളുണ്ട്, ക്വാഡ് മാത്രമല്ല. അവയെല്ലാം ആ രീതിയിൽ തുടരുവാൻ തന്നെയാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ.
രാജ്യം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. തന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവച്ച പ്രൊഫസർ ജോസ് കുട്ടി സി എബ്രഹാമിന് നന്ദി അറിയിക്കുന്നു. ഏകോപനം മയൂഷ എം.